സ്റ്റാൻഡേർഡൈസ്ഡ് ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ഡ്രൈവ് ചെയ്യുള്ളൂ. കലയല്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ, ഡ്രൈവിംഗ് കലയാണ്. കലയല്ല ആക്ച്വലി. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്, പ്രോസസ്സാണ്. കലയെന്ന് പറയുമ്പോൾ നമുക്കവിടെ ക്രിയേറ്റിവിറ്റി ഇടേണ്ട ഒരു സാധനമാണ് കല. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഡ്രൈവിംഗ് അങ്ങനെ പുതിയതായിട്ട് കൊണ്ടുവന്നാൽ അത് അപകടമാണ്. നമ്മൾ പുതിയതായിട്ടൊന്നും കൊണ്ടുവരണ്ട. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. പക്ഷെ ആ സ്റ്റാൻഡേർഡ്സ് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണോ ഈ ഇന്ത്യയിൽ 10-20 വർഷം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ദുബായിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ലൈസൻസ് എടുക്കാൻ നോക്കുമ്പോൾ 8 നില പൊട്ടുന്നത് അതുകൊണ്ടാണോ? അതെ, അതൊരു റീസൺ തന്നെ ആയിരിക്കും. ഇവിടെ പ്രോപ്പറായിട്ട് ലൈൻ ഡിസിപ്ലിൻ ഒന്നും നോക്കാറില്ല. തോന്നിയ പോലെ തിരിക്കും, തോന്നിയെടുത്തൂടെ പോവും. ഇപ്പോൾ എൻ്റെ ഒരു കസിനുണ്ട്, 18 വയസ്സൊക്കെ തികയുന്നതിന് മുന്നേ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ദുബായി പോയിട്ട് 4 വട്ടം പൊട്ടി. പക്ഷേ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഫസ്റ്റ് കസ്റ്റമർ ഇവിടെ നമ്മളെ അടുത്ത് നിന്ന് വെറും 10-15 ക്ലാസ് കണ്ട് വന്ന് പഠിച്ചു, ലൈസൻസും എടുത്തു. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ആൾ ദുബായി പോയി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആൾക്ക് ലൈസൻസ് കിട്ടി ദുബായിൽ. അത് നമുക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. നമുക്ക് നമ്മുടെ ഒരു മഹത്വം ശരിക്കും അപ്പോഴും മനസ്സിലായി. നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് എന്താ, ലൈൻ കീപ്പ് ചെയ്ത് ഡിസിപ്ലിനായിട്ട് ഡ്രൈവ് ചെയ്യുക. വണ്ടി റോഡിൽ ഇപ്പോൾ ഇൻ്റർസെക്ഷൻ ആയിട്ടൂടെ എന്തോ ആയിക്കോട്ടെ, വണ്ടി ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇന്ന പൊസിഷൻ ആയിരിക്കണം. ലൈൻ അനുസരിച്ചും റോഡ് അനുസരിച്ചും ഒക്കെ ഡിഫർ ചെയ്യും. ആ പൊസിഷൻ കീപ്പ് ചെയ്യാനാണ് നമ്മൾ പ്രൈമറിലി പഠിപ്പിക്കുന്നത്. നമ്മുടെ പൊസിഷൻ കറക്റ്റാണ്, സ്പീഡും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആക്സിഡൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല.